ശേഷം ഭൂമിയിലെ കാര്യം പറയാം. 3 കാര്യങ്ങൾ ദൈവം ചെയ്ത മഹത്വപൂർണമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? തിരഞ്ഞെടുത്തു, സ്വർഗസ്ഥലത്തിരുത്തി, ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിനോടൊപ്പം അവകാശം തന്നു. ബാക്കി 3 അധ്യായങ്ങൾ പഠിപ്പിക്കുന്നത് ഈ 3 കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി ഈ ഭൂമിയിൽ ഭക്തനായി എങ്ങനെ ജീവിക്കണം എന്ന് 4-ാം അധ്യായം പഠിപ്പിക്കുന്നു. 5-ാം അധ്യായം പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഭക്തിയോടുകൂടെ ദൈവത്തിന് ഇഷ്ടമൊത്തവണ്ണം ജീവിക്കുന്നവരെയാണ് 5-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ സഭയാകുന്ന ശരീരമെന്ന് അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ രേഖപ്പെടുത്തുക. അത് ചെന്നിട്ട് ഇങ്ങനെ വന്നിട്ട് അവസാനം 6-ാം അധ്യായത്തിൽ പറയുകയാണ് ഈ സഭയ്ക്ക് ഒരു പോരാട്ടമുണ്ട്. ഒന്നുകൂടെ പറയാം. തെരഞ്ഞെടുത്ത സഭ, സ്വർഗസ്ഥലത്തെ വിശ്വാസത്താൽ ഇരിക്കുന്ന സഭ, അവകാശമുള്ള സഭ, ഭൂമിയിൽ വിശുദ്ധരായി ജീവിക്കേണ്ടവർ, അങ്ങനെയുള്ളവരെ ശരീരത്തോട് മെമ്പറാക്കി ആ സഭയോട് പൗലോസ് പറയുകയാണ് നിങ്ങൾക്ക് ഒരു യുദ്ധം ഉണ്ട്. അപ്പൊ ഈ 6 കാര്യങ്ങൾ 6 രീതിയിൽ നമുക്ക് പ്രസംഗിക്കാൻ സാധിക്കും. തെരഞ്ഞെടുപ്പ്, ഉയരത്തിലിരിക്കുന്ന അവസ്ഥ, അല്ലെ? അവകാശം എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം സ്വർഗത്തിൽ അവകാശമല്ലേ. അത് മാത്രമല്ല, നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു അധ്യായം എന്ന് പറയാൻ 4-5 അധ്യായം. 4-5 വാക്യം എന്താ? നന്നായി ജീവിക്കണമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, അല്ലെ? ഈ 4-5 അധ്യായം ഒന്ന് നന്നായി പഠിച്ചിരുന്നെങ്കിൽ ഈ 3 അധ്യായത്തെക്കാളും വിലയുള്ള, ദൈവത്തിന് ഇഷ്ടമുള്ള, ദൈവത്തിന് ഹിതമുള്ള കുറെ പ്രിൻസിപ്പിൾസ് പൗലോസ് ദൈവസഭയോട് പറയുന്നുണ്ട്. എന്റെ വിഷയം അതല്ലല്ലോ. എന്റെ വിഷയം പൗലോസ് ഇങ്ങനെയുള്ള ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്ത തന്റെ ജീവിതത്തിൽ താൻ ഒരു കാര്യം എഴുതുന്നതിന് മുമ്പ് ചെയ്ത 2-3 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ 15-ാം വാക്യം ഇപ്രകാരം പറയുന്നു, വായിച്ചാട്ടെ. രണ്ട് കാര്യങ്ങൾ പൗലോസ് ഇവിടെ ചെയ്യുന്നു. ശ്രദ്ധിച്ചേക്കണമെന്നോടൊപ്പം 2 കാര്യങ്ങൾ. ഒന്ന്, താൻ 2 കാര്യങ്ങൾക്കായിട്ട് ഈ സഭയെ കുറിച്ച് ദൈവത്തോട് സ്തോത്രം ചെയ്യുന്നു. ഓക്കെ. അടുത്ത 2 കാര്യങ്ങൾക്ക് അവർക്ക് ലഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. കിട്ടിയല്ലോ? എങ്ങനെയാ പറഞ്ഞാല്? 2 കാര്യങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. പറഞ്ഞോ? 2 കാര്യങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ പറയാതെ ഞാൻ പറഞ്ഞു, കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം എന്താണെന്നറിയോ? ഞാൻ മഹാരാഷ്ട്രയിൽ മറാഠിക്കാരെ ഇങ്ങനെ പഠിപ്പിക്കുന്നത് കൊണ്ട് അവർ മറക്കാറില്ല. നമുക്കുള്ള വിഷയം നമുക്ക് ദൂരൊക്കെ കിട്ടും, പക്ഷെ വീട്ടിൽ പോകുമ്പോൾ മറന്നു. അങ്ങനെ മറക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം വരണമേ എന്ന് ഞാൻ എന്താണ് 2 കാര്യത്തിനായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം പറയുന്നു. ബാക്കി 2 കാര്യത്തിനായി പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ധന്യനായ പൗലോസ് എഫെസോസിലുള്ള ദൈവസഭയെ കുറിച്ച് സ്തോത്രം ചെയ്യുന്ന അതിമഹത്വമായ 2 കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഒന്ന്, യേശുവിൽ അവർ വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ വലിപ്പം കണ്ടിട്ട് പൗലോസ് ദൈവത്തിനറിയാതെ സ്തോത്രം പറഞ്ഞു. 1-ാം ഭാഗം എഫെസോസിലുള്ള ദൈവസഭയുടെ വിശ്വാസം. 2-ാം ഭാഗം അവരുടെ ഇടയിൽ പരസ്പരമുണ്ടായ ആ സ്നേഹം കണ്ടിട്ട് പൗലോസ് പറയാൻ എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അപ്പൊ 2 കാര്യങ്ങൾക്കായി സ്തോത്രം ചെയ്യണം. അപ്പൊ നമ്മൾ പഠിക്കണം അവരുടെ വിശ്വാസം എങ്ങനെയായിരിക്കും. പൗലോസ് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സഭയുടെ വിശ്വാസത്തെ കുറിച്ച് ഊന്നി പറയണമെന്നുണ്ടെങ്കിൽ സാധാ ഒരു വിശ്വാസികളുടെ ജീവിതമായിരിക്കുകയില്ല എഫെസോസിലെ സഭയ്ക്കുണ്ടായ വിശ്വാസം. അതുകൊണ്ടാണ് എങ്ങനെയല്ലേ പറയുന്നത്? കർത്താവായ യേശുവിലുള്ള വിശ്വാസം. അപ്പൊ വിശ്വാസം മഴ മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിനൊപ്പമുള്ള ഒരു പ്രവൃത്തി ചെയ്യാത്തതായ ഒരു ജൽപ്പനം എന്ന വണ്ണം നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കാറുണ്ട്. പക്ഷെ എഫെസോസിലെ സഭ അതല്ല. ഇങ്ങനെ പറയാം, എഫെസോസിലെ സഭയ്ക്ക് ലോകപരമായി നീങ്ങുവാനുള്ള സകല സാഹചര്യവും ഉണ്ടായിരിക്കെ അവരെ തോൽപ്പിക്കുവാനായി അവിടെ കുടികുത്തി വാഴുന്ന പൈശാചിക ഗണം നിരന്നു നിൽക്കെ വിശ്വാസികളായവർ യേശുവിനോട് ചേർത്ത് വെച്ച വിശ്വാസം കണ്ടിട്ട് പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ
നമ്മുടെയൊക്കെ വിശ്വാസം എങ്ങനെയുള്ളതാണ്? നമ്മൾ പറയാറുണ്ട് വിശ്വാസം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഏത് വാക്യമാണ് ഓർമ്മ വരുന്നത്? എബ്രായ ലേഖനം ഇന്ന് വന്ന ഉടനെ ആ വാക്യമായിരുന്നു അവിടെ ഉള്ളത്. എന്ന് പറഞ്ഞാല് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഇത് പറയാൻ എളുപ്പമോ പ്രവർത്തിക്കാമോ? അല്ലെ? ഈ കാണാത്ത കാര്യത്തെ കുറിച്ചുള്ള നിശ്ചയം എവിടെ നിന്ന് കിട്ടും? ഇവിടെ ഒരു കാര്യവും നടക്കത്തില്ല എന്ന് നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരു കാരണവശാലും ആ ഒരു പ്രവൃത്തി നടക്കുകയില്ലെന്നുള്ള ഗ്യാരണ്ടി നമ്മുടെ കൺമുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ അതിനപ്പുറത്ത് കയറി നടക്കുമെന്ന് പറയാനുള്ള വിശ്വാസമുണ്ടോ? എനിക്ക് ഈ റോമാലേഖനം വായിക്കുമ്പം 4-ാം അധ്യായത്തിൽ അബ്രഹാമിനെ കുറിച്ച് ഒരു പദം പറയുന്നുണ്ട്. എടുത്താട്ടെ, 4-ാമത്തെ അധ്യായം 16-ാം വാക്യം പോലും വായിച്ചാട്ടെ. ഇവിടെ അബ്രഹാമിന്റെ വിശ്വാസത്തെ എടുത്തു പറയാം. എന്താണ് കാരണം? താഴെ വായിച്ചേ. ഇത് നോക്ക്. എങ്ങനെ പറയുന്നത്? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്ത ഒരു കാലത്തെ ഉളവാക്കി കൊണ്ടുവരുവാൻ കഴിവുള്ളവനുമായ താൻ വിശ്വസിച്ച ദൈവം. പറഞ്ഞ ദൈവമല്ല, അബ്രഹാമിന്റെ വിശ്വാസം എടുത്തു പറയുകയാണ്. തന്റെ വിശ്വാസം സാധാരണയല്ല. എന്താ അബ്രഹാമെ? മരിച്ചവരായ പോലും എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവം. അടുത്തത്, ഒരു കാരണവശാലും ഒന്നുമില്ലെങ്കിൽ പോലും ഒറ്റ വാക്കുകൊണ്ട് എല്ലാം ഉളവാക്കി തിരിച്ചു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിലെ വിശ്വസിച്ചത് എന്റെ വിശ്വാസമാണ്, നിങ്ങളുടെ വിശ്വാസമായിരിക്കണം. എന്താണ് അങ്ങനെ? താഴെ എന്താണ് പറയുന്നത്? മക്കളില്ലാത്ത സമയത്ത്. അപ്പൊ അതൊക്കെ ഒന്ന് ശരിക്ക് തോന്നിക്കണം. നമ്മള് 1-2 ദിവസമൊക്കെ ഇത് വെച്ച് പ്രാർത്ഥിക്കും, അല്ലെ? എന്താ പറയുന്നത്? ബഹുജാതികൾക്ക് ഞാൻ നിന്നെ പിതാവാക്കുമെന്നുള്ള വാഗ്ദത്തം. എന്നിട്ട് എന്താ പറയുന്നത്? നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്ന ദൈവം. അടുത്ത ഇത് കേട്ടോ, ആശയ്ക്ക് വിരോധമായി ആ വാക്യം എനിക്ക് പിടിയിട്ടാണ്. അതിന്റെ അർത്ഥം എന്താ? ആശയെല്ലാം വിരോധം, അങ്ങനെയല്ലേ പറയുന്നത്? ഏതാണ് ആശ? എനിക്ക് സന്തതി ഉണ്ടാകും, അരുളി ചെയ്തത് ദൈവമാണ്. സാഹചര്യം നോക്കി കഴിഞ്ഞപ്പോൾ ഇതിനോട് എല്ലാം വിരോധം. എന്താ വിരോധം? തന്റെ ശരീരത്തിന്റെ നിർജീവ അവസ്ഥ പറയുന്നു, നീ പിതാവാകില്ല. സാറയുടെ ശരീരം പറയുന്നു, ഇവളൊരു അമ്മയാകുകയില്ല. ഈ 2 ആശകൾ നിരാശയിലേക്ക് വഴിമാറിയപ്പോൾ അബ്രഹാമിയുടെ പറയുകയാണ്, എന്റെ ശരീരത്തിന് നിർജീവസ്ഥയുണ്ട്, എന്റെ ഭാര്യയുടെ ശരീരത്തിന് നിർജീവാവസ്ഥ ഉണ്ട്, എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൽ നിർജീവാവസ്ഥയല്ല, അത് എന്തോ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ എത്ര പേര് അങ്ങനെ വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഒന്നും കണ്ടില്ലേലും എല്ലാം ചെയ്യുവാൻ എന്റെ ദൈവമുണ്ട്. ഏത് വഴി അടഞ്ഞാലും എനിക്ക് വേണ്ടി ഒരു വഴി തുറപ്പാൻ എന്റെ ദൈവം ഇന്നും ശക്തൻ. അല്ലേ? എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? എല്ലാം പൂട്ടിക്കെട്ടി പോകട്ടെ, എല്ലാ വഴികളും എനിക്ക് മുമ്പിൽ അടയട്ടെ, പക്ഷെ തുറക്കാനായിട്ട് ദൈവത്തിന്റെ ഒരൊറ്റ വാക്ക് മതി. അതുകൊണ്ടാണ് യെശയ്യാവിന്റെ പ്രവചനം പറയുന്നത്, ഇരുമ്പോ ഓടാമ്പൽ കൊണ്ട് അടച്ചിരിക്കുന്ന കതകുകളെ തുറപ്പാൻ. അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, താമ്ര കതകൾ കൊണ്ട് വെച്ചടക്കി ഒരിക്കലും നിനക്ക് മുമ്പിൽ തുറന്നു വരികയില്ല എന്ന് പറഞ്ഞ് അനേക ബന്ധനങ്ങൾ ലോക്കിട്ട് വെച്ചാൽ പോലും വിശ്വാസമുള്ളവർ എഴുന്നേറ്റ് ആ ദൈവം നിനക്ക് വേണ്ടി ആർക്കുമുള്ള ദൂത
നിന്റെ വഴി അടഞ്ഞിരിക്കുകയാണ്, താങ്കളെ കൊണ്ട് മറച്ചു വെച്ചിരിക്കുകയാണ്, മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് വാദിച്ച് കെട്ടിമുറുക്കിയിരുന്നാണ്. ഇന്ന് വൈകിയ വേളയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിലുള്ള വിശ്വാസത്താൽ താങ്കളെ കടകളുടെയും ഹല്ലേലൂയ. ആമേൻ. ജീസസ്. എന്റെ വിശ്വാസം ആ ദൈവത്തില. കാരണം എന്താണെന്നറിയാമോ? ഞങ്ങൾ പോയത് വിശ്വാസത്തോടെ. ഞങ്ങളോടാണ് ദൈവം പറയുന്നത്, നിങ്ങൾ കൊലാപ്പൂർ പോകണം. ഇനി വേറൊരു കാര്യം പറയാം. കൊലാപ്പൂർ ചെന്നപ്പോഴേക്കും അറിയാൻ പാടില്ലാത്ത ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ മറാഠിയാണ്. അറിയാവുന്ന രണ്ട് ഭാഷ എന്ന് പറഞ്ഞാൽ അല്പം ഇംഗ്ലീഷും അറിയാം, പിന്നെ കൊച്ചിക്കാരുടെ മലയാളവും അറിയാം. അറിയാമല്ലോ, കൊച്ചിക്കാരുടെ നീട്ടും കുറുക്കിയുമായിട്ടുള്ള ആ രണ്ട് അപര്യാപ്തതയുള്ള വ്യക്തിയാണ് ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ചെല്ലുന്നത്. കോലാപ്പൂരിൽ കർത്താവ് ഞങ്ങളെ മിനിസ്ട്രിക്കായി വിളിച്ചു. അതൊക്കെ നമ്മുടെ ഈ ബൈബിൾ കോളേജിൽ നിന്നൊക്കെ വരാൻ നേരത്ത് നമ്മുടെ തീഷ്ണ രക്തം എങ്ങനെയായിരിക്കും? എങ്ങനെയെങ്കിലും യേശുവിന് വേണ്ടി, അല്ലെ, രക്ഷിക്കപ്പെട്ട നാൾ അങ്ങനെയല്ലായിരുന്നു നമ്മുടെയൊക്കെ. എന്തെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടി ചെയ്യണം എന്നാ ചിന്തിച്ച് കുറെ നാള് ചെന്ന് എന്നും ട്രാക്ട് എടുക്കും, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകും, മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വരും, ട്രാക്ട് കൊടുക്കും. ട്രാക്ട് എടുക്കുമ്പോ തന്നെ വീട്ടിൽ നിന്ന് ഒരൊറ്റ പ്രാർത്ഥനയാണ്, കർത്താവ് ഈ ട്രാക്ട് കൊടുക്കാൻ ഞാൻ റെഡിയാ, പക്ഷെ ആരും ഒരു ചോദ്യവും ചോദിക്കാൻ പാടില്ല. കാരണം എന്താ? ഭാഷ അറിയത്തില്ല. ഭാഷ എന്ന് പറഞ്ഞാൽ വേറെ വിഷയമുണ്ട്. നമ്മളുടെ മലയാളമൊക്കെ ചിലത് പറഞ്ഞ എപ്പോ അടിയുണ്ടെന്ന് ചോദിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെയുള്ള ഭാഷക്കാരുടെ ഇടയിൽ ധൈര്യത്തോടെ ചെന്നിരിക്കുക, യേശുവിന് വേണ്ടി പ്രവർത്തിക്കണം. നടക്കൂ കാര്യങ്ങള്. ഒരു വർഷം പോയി, ഒന്നും കിട്ടുന്നില്ല. രാവിലത്തെ നടപ്പൊന്നും മതിയാക്കില്ല. പുള്ളിക്കാരത്ത് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് ഞാൻ നടക്കാൻ തുടങ്ങി. ഒരു സൈഡിലേക്ക് നടക്കും, വൈകിട്ടാകുമ്പോ തിരിച്ചു വരും. വീട്ടിൽ വരാൻ നേരത്തെ പുള്ളിക്കാരൻ ചോദിക്കും, വെള്ള മീനും കിട്ടിയോ? ഞാൻ പറഞ്ഞു, കർത്താവിന്റെ കൃപയാൽ ഒന്നും കിട്ടിയില്ല. പിറ്റേ വർഷം അത് തന്നെ 3.5 വർഷം തെക്ക് വടക്ക് നടക്കുന്ന ഒരു ഭ്രാന്തനെ പോലുള്ള അവസ്ഥ. വെയിലുണ്ട്, പ്രശ്നങ്ങളുണ്ട്, നിരാശയുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒറ്റ കാര്യം അറിയാം, ദൈവം വിളിച്ചോ. ഒന്നാമത്തെ കാര്യം, ഭാഷ അറിയത്തില്ല, പേടി. എന്തെങ്കിലും തെറ്റായി പറഞ്ഞ അടി കൊണ്ടാലോ, അതുകൊണ്ട് ഉള്ളിൽ വെക്കും. ഈ പച്ചക്കറി കടയിലൊക്കെ പോകും, എന്നിട്ട് ക്യാരറ്റ് എടുത്തിട്ട് ചോദിക്കുന്ന അങ്ങനെയൊക്കെ അനുഭവം അല്ലേ? അത് ക്യാമറ ഹിന്ദിയ, മറാഠിയിൽ ആ സമയത്ത് എന്താണെന്ന് അറിയത്തില്ല. ഈ ലേഡി ഫിംഗർ എടുക്കും, എന്നിട്ട് ഇങ്ങനെ ആട്ടി കാണിക്കുന്നത്, എന്താ സാധനം? അപ്പൊ പുള്ളിക്കാരി ഇന്ന സാധനം എന്തോരം വേണം, അതിന്റെ അളവ് പറയാൻ അറിയത്തില്ല. എന്നിട്ട് എന്തെങ്കിലും വാടിയിടും, എന്നിട്ട് കിട്ടുന്ന വാങ്ങിച്ചെന്ന് പോലും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. എങ്കിലും എന്റെ കഴിവല്ലല്ലോ ദൈവത്തിന്റെ കഴിവ്, എന്റെ യോഗ്യതയല്ലല്ലോ ദൈവത്തിന്റെ യോഗ്യത. ഞാൻ പോയത് എന്റെ വിശ്വാസത്താലല്ല, ഞാൻ പോയത് എനിക്കും എന്റെ വൈഫിനും കഴിയുമെന്ന് അറിഞ്ഞിട്ടല്ല. ഞങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ, കൂടെ ഇരുന്ന് കഴിവുള്ള ദൈവമുണ്ട്. അവിടെ നിന്ന് തുടങ്ങിയതാ. വളരെ എതിർപ്പുകൾ വന്നു, വളരെ മനക്ഷീണം വന്നു, ഒത്തിരി മടുപ്പിക്കുന്ന കാര്യങ്ങൾ മുമ്പിലുണ്ടായി, പലവിധമായ ക്ഷീണങ്ങൾ. ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ഈ മഹാരാഷ്ട്ര തന്നെയാണോ ദൈവം എന്നെ കണ്ടത്? ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം മടുത്തു പോകാതെ നിർത്തിയ ഒറ്റ കാര്യമാണ്, എന്റെ ദൈവം ജീവിക്കുന്നു. ഇത് പറയാൻ കാരണം ഇത്രയേ ഉള്ളൂ. നാളുകളായിട്ടും പലതും പണിതിട്ടും ഒരു അഭിവൃദ്ധി കാണാതെ നമ്മളിവിടെ മനം മടുത്തിരിക്കുകയാണെങ്കിൽ, എത്ര പരിശ്രമിച്ചിട്ടും ഒന്നും കിട്ടിയില്ലല്ലോ, എത്ര അധ്വാനിച്ചിട്ടും ഒന്നും ആകുന്നില്ലല്ലോ, എല്ലാവരും എന്നോടൊപ്പം നിന്ന് ചേർന്ന് പോയല്ലോ, ഞാൻ മാത്രമല്ല ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് മനസ്സിൽ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഈ പകലിൽ ഞാൻ ഇപ്രകാരം പറയാം, എന്റെ ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഈ രാത്രിയിൽ ഇവിടെ വന്നിട്ടുണ്ട്, നിന്റെ വിശ്വാസത്തിന്റെ ഉടയവൻ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ശൂന്യതയിൽ തുടങ്ങിയ ഞങ്ങളാണ് ഇന്ന് 80ഓളം മറാഠികൾ ഞങ്ങളുടെ ചർച്ചയിൽ വരുന്നുണ്ട്. ഇത് പുകഴുവാനുള്ളതല്ല, എന്നെ ഓർപ്പിച്ച ഒരൊറ്റ കാര്യമല്ല. എടാ, നമ്മുടെ മണ്ടത്തരങ്ങളിലേക്ക് ആയിരിക്കും നാളെ ദൈവത്തിന്റെ പ്രവർത്തിക്ക് ആധാരം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ പരിസ്ഥിതിക്ക് അനുസരിച്ചല്ല, അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞാൽ പരിസ്ഥിതി നോക്കിയല്ല ദൈവത്തെ വിശ്വസിക്കേണ്ടത്.
Don't look at the situation and believe God. Believe God, then look at the situation. ഒന്നുകൂടെ ഞാൻ പറയാം, പരസ്പരം നോക്കി ദൈവത്തിൽ വിശ്വസിക്കരുത്. ദൈവത്തെ നോക്കിയിട്ട് നീ ഒന്ന് പരിസ്ഥിതിയെ നോക്കി നിനക്ക് മുമ്പിൽ ചെങ്കടൽ മാറുന്നു. നമ്മൾ അതാ വിശ്വാസം ഞാൻ പഠിച്ചത്. ഈ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരുമായി ബോട്ടിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെ ഒരു ഈശാന മൂലൻ അടിച്ചു എന്ന ബൈബിൾ പറയുന്നു. ഒരു കൊടുങ്കാറ്റ്, ഒരു എന്താണ് മനുഷ്യനെ ക്ഷീണിപ്പിക്കുന്ന ഒരു കാറ്റ് എവിടെ അടിച്ചു? ആ പടയിൽ അടിച്ചു. അവിടെ പറയുന്നത് ശിഷ്യന്മാരെല്ലാം അങ്ങനെയല്ലേ പറയുന്നത്. എന്റെ ചോദ്യം, ഒരു മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ മുമ്പേ ഇവരെന്താ കണ്ടിട്ട് പോയത്? ശ്രദ്ധിച്ചോ? ഈ കപ്പൽ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഇവരെന്താ കാണുന്നത് അറിയാവോ? 5 അപ്പവും 2 മീനും എടുത്ത് ദൈവം 5000 കുടുംബത്തെ പോഷിപ്പിക്കുന്നു. അപ്പൊ പോകുന്ന വഴിയിലെ പാട്ടെന്നായിരിക്കും? എനിക്കൊന്ന് നന്നായിട്ടായിരുന്നെങ്കിൽ നമ്മളെക്കാൾ നന്നായിട്ട് അവർ പാടിയത് അല്ലെ? എന്തായിരിക്കും പാട്ട്? എന്റെ വീട്ടിൽ 5 അപ്പം 5000 തന്ന അല്ലെ? അതല്ലേ ഒരു പാട്ട്. എന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു കർത്താവിന്റെ അത്ഭുതം കണ്ടോ, നമ്മുടെ വയറ് നിറച്ച് കിട്ടിയില്ലേ? പക്ഷെ ഈശാനം മൂലം അടിച്ചപ്പെടും. മനസ്സിലാകുന്നുണ്ടോ? എടാ, ഒരു പൊത്തുവരുത്ത പരിസ്ഥിതിയിലൊക്കെ പോകുമ്പോ ദൈവം നല്ലവനാണെന്ന് പറയാൻ പറ്റും. പക്ഷേ വിശ്വാസമുള്ളവർ ഈ പറയപ്പെട്ട കൊടുങ്കാറ്റിന്റെ നടുവിലും എഴുന്നേറ്റ് പറയും, എന്റെ ദൈവം എന്നോടൊപ്പമുണ്ട്. ഹല്ലേലൂയ. യേശു സാധാ മനുഷ്യനായിട്ട് എവിടെ പറഞ്ഞ ഒരു ആരാംശയില് എന്തെങ്കിലും ഭാരമുണ്ടോ യേശു? അപ്പൊ നിങ്ങൾ പറയും ദൈവപുത്രനല്ലേ? അല്ലെന്ന്, സാധാ മനുഷ്യനായിട്ടൊന്ന് ചിന്തിച്ചേ. അങ്ങനെയല്ലേ യേശു സാധാ മനുഷ്യനായിട്ട് കിടന്നുറങ്ങി? അല്ലെ, ദൈവം ഉറങ്ങുന്നില്ലെന്നാ ബൈബിൾ പറയുന്നത് അല്ലെ? ദൈവത്തെ ഇസ്രായേലിന്റെ പരിപാല് ഉറങ്ങുന്നുമില്ല, മയങ്ങുന്നുമില്ല. അപ്പൊ യേശു ഉറങ്ങിയില്ലേ? യേശു ഉറങ്ങി. അപ്പൊ ആരാ? മനുഷ്യനാ. അപ്പൊ യേശു ഉറങ്ങുന്ന മനുഷ്യരൂപത്തിൽ കണ്ടേ. അപ്പൊ യേശുവിന് ഈ കടലടിക്കുന്ന അറിയത്തില്ലയോ? യേശുവിന് ഈ ഈശാനം മൂലം വന്നറിയത്തില്ലയോ? എല്ലാം അറിയാം. യേശുവിന് ഒരു കാര്യം അറിയാം, ഞാനൊന്ന് എഴുന്നേറ്റാൽ ഈ പ്രശ്നം നിൽക്കും എന്ന് പറഞ്ഞ പോലെ ഈ ദൈവസഭയിലുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ഒന്ന് വിശ്വാസം കണ്ടുകൊണ്ട് ഉണരുവാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന ചില തിരമാലകൾ, നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന ചില കാറ്റുകൾ ശാന്തമാകും. സ്തോത്രം. അതിനാണെങ്കിൽ ആ വിശ്വാസം, അങ്ങനെയുള്ള ഒരു വിശ്വാസമാണ് ആരുടെ ആവശ്യം? അതാ പൗലോസ് കണ്ടത്. അല്ലാതെ ഇന്ന് പ്രാർത്ഥിക്കും നാളെ മറന്നു പോകുന്ന വിശ്വാസമല്ല. നമ്മളാണ് പ്രാർത്ഥിച്ച് എത്ര പ്രാർത്ഥിക്കും? കൂടിപ്പോയ ഒരാഴ്ച, അടുത്ത ദിവസം പറയും മതി ദൈവദാസനെ വിട്ടേക്കാം. അങ്ങനെയല്ല അബ്രഹാമിന്റെ വിശ്വാസം. 25 വർഷം കുത്തിയിരുന്നിട്ട് ഒറ്റ കാര്യം പറയാ, ഞാൻ ബഹുജാതികൾക്ക് പിതാവാകും, എന്റെ സന്തതി വെളിയിൽ വരും. കാരണം എന്നോട് പറഞ്ഞത് ഈ ലോകത്തിന്റെ വാക്കല്ല, എന്നോട് പറഞ്ഞൊരുത്തരുണ്ട്. അവൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ജീവിക്കാൻ കഴിയുന്നത് പോലെ എല്ലാത്തിനെയും ഉണ്ടാക്കി നിർമ്മിച്ച് സൃഷ്ടിച്ച് ഭരിച്ച് നടക്കുവാൻ കഴിവുള്ള അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ദേവദാസന്മാർ ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസം, നമ്മുടെ വിശ്വാസം ഇങ്ങനെയായിരിക്കണം. ഈ LKG UKG പഠിക്കുന്ന പിള്ളേരെ കണ്ടിട്ടുള്ളതല്ലേ നമ്മള് കേരളത്തില്, ഇന്ത്യയില്? എന്തുവായിരിക്കും? ഇച്ചിരിയുള്ള പ്രശ്നങ്ങൾക്ക് എന്തുവാ നാട്ടെ നിങ്ങൾ എന്ത് ചെയ്യും? ചെറിയ വിഷയങ്ങളാ. മമ്മി എന്നാ ഒന്നുള്ളി കരഞ്ഞോണ്ടല്ലേ വരുന്നേ? ആണോ അല്ലയോ എന്ന് പറഞ്ഞതുപോലെയാണ് വിശ്വാസത്തിൽ വളർന്നവരായ നമ്മൾ. അത് കേട്ടില്ല കർത്താവേ എന്ന് പറഞ്ഞു വരുന്നത്. എന്റെ ഒരു ചിന്ത എങ്ങനെ പറയാം, പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിൽ കൊണ്ടാക്കി. നമ്മൾ എപ്പോഴും പറയുന്ന വാക്കുണ്ട് അല്ലെ, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഒരു കാര്യം എന്ന് ചിന്തിപ്പിച്ചാൽ പറയാം. പത്രോസിനെ എന്തിനാ കൊണ്ടേ ആക്കിയത്? ഫുഡ് കൊടുത്തിട്ട് വിടാനല്ല അല്ലെ? കുറച്ചു ദിവസം വെക്കാം എന്നിട്ട് പറഞ്ഞു വിടാം എന്ന് പറഞ്ഞാണോ? അങ്ങനെയല്ല. അടുത്ത വാക്യം പറയുന്നത് എന്താ? യാക്കോബിനെ കൊന്നത് യഹൂദന്മാർക്ക് ഇഷ്ടമായത് കൊണ്ട് പത്രോസിനെയും അപ്പൊ എന്തിനാ പിടിച്ചിട്ട്? എന്തിനായിരിക്കാം?
കൊല്ലാം. യഹൂദന്മാരെ സന്തോഷിപ്പിക്കേണ്ടതിന് പത്രോസിനെയും കൊല്ലണം. പക്ഷെ അബദ്ധവശാൽ അന്നൊരു പെരുന്നാൾ ദിവസമായിരുന്നു. അപ്പൊ പെരുന്നാൾ ദിവസമായതുകൊണ്ട് പത്രോസിനെ എവിടെയാക്കി? ജയിലിലാക്കി. ഇനി നിങ്ങൾ എന്നോടൊപ്പം വരണം. ഈ പത്രോസിന് അറിയാം തന്നെ കൊണ്ടുവിട്ടത് എന്തിനാണ്. അറിയത്തില്ലയോ? അറിയാവില്ലയോ? അങ്ങനെ മരണ ഭയമുള്ള ആരെങ്കിലും ഉറങ്ങിയ ചരിത്രമുണ്ടോ? ഏറ്റവും കൂടുതൽ ഉറങ്ങാത്ത അവസ്ഥ എപ്പോഴാ വരുന്നത്? രണ്ട് കാര്യത്തില. ഒന്നെങ്കിൽ കടഭാരം കയറിയിട്ട്, ഇല്ലെങ്കിൽ മരണഭയം വെച്ചിട്ട്. ആളുകളൊക്കെ വന്ന് പറയും കർത്താവിന്റെ ആശ്രയം ഉറക്കമില്ല. രണ്ട് കാര്യം ചോദിച്ചാൽ മതി. മരണത്തെ പേടിയുണ്ടോ? എന്നാ ഉള്ളിൽ നമുക്ക് എന്തറിയാം? ഉറങ്ങാത്തതിന്റെ കാരണം ഇതാ. എന്താ? രാത്രി വല്ല വണ്ടി വന്ന് മുട്ടുന്നതും. ചിലവരൊക്കെ ഉണ്ട്, ചില മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സൈക്കിൾ ഓടിക്കാൻ പോലും വിടത്തില്ല. എന്താണെന്നറിയോ? കർത്താവിന്റെ ദാസനെ പോയി വല്ല വണ്ടി മുട്ടിയാലോ എന്റെ കുഞ്ഞേ. ഇവിടെ പത്രോസിന് അറിയാം എന്നെ ഈ ജയിലിൽ ആക്കിയിരിക്കുന്നത് കൊല്ലന. ഞാൻ ആയിരുന്നെങ്കില് അവിടുത്തെ ജയിലറിനോട് വിളിച്ചു പറഞ്ഞുതരും, എന്റെ ജീവിതം ഇന്നുകൊണ്ട് അവസാനിക്കും, എനിക്ക് രണ്ട് കാര്യങ്ങൾ തരണം. നാളെ അല്ല മറ്റന്നാൾ മരിക്കുന്നുണ്ട്, ഒന്നെങ്കിൽ നല്ലൊരു ചിക്കൻ ബിരിയാണി കൊണ്ടുവന്ന് തരണം. അവസാന ആഗ്രഹം. രണ്ടാമത്തെ ആഗ്രഹം, വിശ്വാസികളെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് വന്നിട്ട് ഇതെങ്ങനെയും ഒന്ന് നീങ്ങി പോകേണ്ടതിന്. അങ്ങനെയല്ലേ നമ്മൾ ഉപദേശിക്കുന്നത്? നിങ്ങൾ പറഞ്ഞ നമ്മള് ഏറ്റവും കൂടുതൽ നമ്മുടെ സഹോദരങ്ങളെ ഓർക്കുന്ന എപ്പോഴാണ്? ആരും മിണ്ടുന്നില്ല. നമുക്കൊരു തട്ടുകേട് പറ്റി, നമുക്കൊരു ക്ഷീണം വന്നു കഴിയുമ്പോ അന്ന് ഈ ഇദ്ദേഹത്തുമായിട്ട് അല്പം സമയം പ്രാർത്ഥിച്ചിരിക്കുക അല്ലേ? ഒരു പ്രശ്നവും ഇല്ലാതെ നോക്കിയ കണ്ടാ മിണ്ടത്തില്ല, അകന്നോട്. ഫോണില് 150 കോൾ മിസ് കോൾ വന്നപ്പോൾ നോക്കത്തില്ല, അങ്ങനെ അടച്ചു വെച്ചിരിക്കുക. പക്ഷെ ഒരു ദിവസം ഒരു തട്ടുകേട് വന്നാൽ മതി, 100 ഫോൺ ഒരുമിച്ച് വരും. നമ്മളെ കുറ്റം പറയുന്നതല്ല, നമ്മുടെ ശീലം. പക്ഷെ പത്രോസ് അങ്ങനെയല്ല. എന്നെ ചിന്തിപ്പിച്ച ഒറ്റ കാര്യമുള്ളൂ. പത്രോസിനോട് ഞാൻ ചോദിച്ചു, പത്രോസേ, താങ്കൾ എന്തിനാണ് മരണ വാർത്ത അറിഞ്ഞിട്ടും, സത്യനെ മരണ വാർത്ത അറിഞ്ഞിട്ടും ഈ പറയപ്പെട്ട പടയാളികളുടെ നടുവിൽ കിടന്നുറങ്ങിയത്? അങ്ങനെ ഒരു വാക്ക് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചോ. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം. നന്നായിട്ട് കിടന്നുറങ്ങി. അപ്പൊ ഞാൻ എന്താ ചോദിച്ചത്? ഞാനെങ്ങാനും പത്രോസിന്റെ അടുത്ത് തിരിച്ചു വന്നെങ്കിൽ ആദ്യം ചോദിച്ചു, എങ്ങനെയാണ് കിടന്നുറങ്ങിയത്? പത്രോസ് ഒറ്റ കാര്യം പറയുള്ളൂ, ഇവരൊന്നും പിടിച്ചിട്ടാൽ ഒതുങ്ങുന്നതല്ല എന്റെ വിശ്വാസം. ഇവരെന്നെ കൊല്ലാൻ കൊണ്ടുവന്ന് ഈ തുറങ്കിൽ അടച്ചാലും എന്റെ അരുമനാഥൻ യോഹന്നാൻ 21 എന്നൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാവോ? ഞാൻ യൗവനക്കാരനായിരിക്കുമ്പോഴല്ല, ഞാൻ വാർദ്ധക്യം വന്നവനായി മരിക്കുമ്പോൾ എന്ന് ഇവൻ പറഞ്ഞ കൊലപാതകത്തിന്റെ സമയത്തും ഓർക്കുവാൻ കഴിവുള്ള ഒരു വിശ്വാസമാണ് പത്രോസിനെ വെളിയിൽ കൊണ്ടുവന്നത്. അതല്ലേ? അല്ലാതെ നമ്മൾ പലപ്പോഴും, ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഇവിടെ ദൈവസഭയിൽ നിന്ന് പ്രാർത്ഥിക്കുക അല്ലെ? പത്രോസ് വന്ന് കതക് തുറന്ന് അകത്ത് കയറിയപ്പം രോധ എന്നുള്ള പെൺകുട്ടി പെട്ടെന്ന് ആശ്ചര്യഭരിതരായി. ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ചത്? എടാ, കണ്ടാൽ ആശ്ചര്യപ്പെടുവോ അതോ സന്തോഷിക്കൂ? മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞത്? എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുണ്ട്. എന്തില്ലായിരുന്നു? തിരിച്ചൊന്നും. അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മളും അങ്ങനെയല്ലേ പ്രാർത്ഥിച്ചു കൂട്ടുന്നതല്ലേ വിഷയങ്ങൾ. എന്നാൽ പരിസ്ഥിതിക്ക് അപ്പുറമായ ചിലർ വരുമ്പോൾ അകത്ത് പ്രാർത്ഥനയുണ്ട്, പക്ഷെ വിശ്വാസമില്ലാത്ത അവസ്ഥ. പക്ഷെ പത്രോസ് അങ്ങനെയല്ല. മുഖാമുഖമായി മരണം ഫേസ് ചെയ്യുമ്പോഴും താൻ ഓർക്കുന്നത് തന്റെ മരണമല്ല. എന്നോട് അനുവദാനം പറഞ്ഞൊരു വാക്കുണ്ട്. എത്ര പേര് ദൈവത്തിന്റെ വാഗ്ദത്തം ഓർക്കുന്നുണ്ട്? ഈ ലോകത്തിൽ ഈ ദേശത്ത് എന്നെ കൊണ്ടുവന്നത് എന്റെ പരീക്ഷണം എടുക്കല്ല, ഞാൻ നല്ല എക്സ്പെർട്ട് ആയ ജോലിക്കാരനല്ല, എന്റെ ദൈവം പറഞ്ഞൊരു വാഗ്ദത്തമാണ്. അതുകൊണ്ട് ആര് പറഞ്ഞാലും ഇതായിരിക്കും നമ്മുടെ വിശ്വാസം. ഇങ്ങനെ പറഞ്ഞു പോയാൽ നമ്മുടെ സമയം പോവുക. പെട്ടെന്ന് അടുത്ത എന്താ പറയുന്നത്? തമ്മിലുള്ള അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞ ഭാഗ്യം? എന്തുവാ? അതാ സഭ. ഇങ്ങനെയല്ല പറഞ്ഞത്. സകല വിശുദ്ധന്മാർ തമ്മിലുള്ള അടി കേട്ടിട്ട് എന്നാണ് പറഞ്ഞത്.
വിശുദ്ധന്മാരും പരസ്പരം നുണ പറയുന്നത് കേട്ടിട്ട്. അങ്ങനെയോ? ഇതെല്ലാം നമ്മുടെ സഭയിൽ നടക്കുന്ന കാര്യമാണ്. സ്തോത്രം. പാസ്റ്റർ, ഇതൊക്കെ എങ്ങനെ? ഞാനൊരു പാസ്റ്ററായി പോയില്ലേ, അതുകൊണ്ട് പറഞ്ഞല്ലേ പറ്റൂ. പൗലോസ് കണ്ടത് എന്താണ്? എടാ, നിരാശയിൽ ഇരുന്നാലും ചേർത്ത് പിടിക്കുന്ന ഒരു സഭ. ഉള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും പ്രശ്നമുള്ളവനാണെങ്കിലും പ്രശ്നക്കാരനാണെങ്കിലും ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്നതാണ് പൗലോസ് കണ്ട എഫെസോസിലെ സഭ. ഈ ദൈവസഭയെ കുറിച്ച് അങ്ങനെ ആയിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട്. നമ്മൾ പരസ്പരം തള്ളി പറയേണ്ടവരല്ല, നമ്മൾ പരസ്പരം അകന്ന് ജീവിക്കേണ്ടവരല്ല, പരസ്പരം കുറ്റം പറഞ്ഞ് അവന്റെ തെറ്റ് തിരുത്താൻ പോകേണ്ടവരല്ല. ഇന്ന് പകലിൽ തിരിച്ചറിയട്ടെ, ദൈവത്തിന് ഇഷ്ടമുള്ള സഭ എല്ലാ നിലവിലും വിശുദ്ധന്മാർ ചേർന്ന് നിൽക്കണം. ഈ കൊരിന്ത്യ സഭയെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞ ഒരു കാര്യമുണ്ട്. എല്ലാത്തിലും മുൻപ് നിന്ന സഭ അല്ലെ? കൃപാവരങ്ങളിൽ, പ്രവചനത്തിൽ, വെളിപ്പാടുകളിൽ, അന്യഭാഷയിൽ, പ്രാർത്ഥനാ വിശ്വാസം, വീര്യം പോലുള്ള വിശ്വാസം. പക്ഷെ അവരെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ? തുടക്കം മുതൽ 4 കാലുള്ള ആൾക്കാരാണ് അല്ലെ? വായിച്ചിട്ടില്ല നിങ്ങള്? കൊരിന്ത്യ സഭ എങ്ങനെയുള്ളതാ? തുടക്കം മുതൽ 4 പക്ഷക്കാര്. പക്ഷെ അവിടെ എന്തുണ്ട്? അങ്ങോട്ടെ എന്തൊക്കെയുണ്ട്? 4 സഭ 4 പക്ഷത്തിരുന്നാലും നന്നായി വെളിപ്പാടും. എന്തൊരു നല്ല സഭ! 4 ഗ്രൂപ്പ് മുഖത്തോട് മുഖം നോക്കാതെ ഭിത്തിയോട് തിരിഞ്ഞാൽ അന്യഭാഷ വരും. പരസ്പരം തെറ്റ് ചെയ്താൽ സോറി പറയത്തില്ല, എങ്കിലും നല്ല നല്ല വെളിപ്പാടുകൾ കാണും. ദൈവസഭയുടെ ഉന്നതി അത് കണ്ടിട്ട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ ശിശുക്കളാണ്. നമുക്കൊന്നും അതല്ല ആവശ്യം. നമുക്ക് സ്നേഹമുള്ള ഒരു കൂട്ടം ജനതയാണ് ഈ ലോകത്തിന് ആവശ്യം. പലപ്പോഴും തമ്മിൽ തല്ലി തലകീറി ദൈവസഭ പിളർത്തുവൻ പിശാച് നോക്കുമ്പോൾ കുറഞ്ഞുപക്ഷം അടുത്തിരിക്കുന്നവരെ നോക്കി പറയണം, നമ്മൾ അങ്ങനെ ആകരുത്. കാരണം നമുക്ക് നാഥൻ നമ്മുടെ സ്നേഹിതനായ യേശു കൊണ്ട് നഷ്ടപ്പെട്ടവനെ തിരിച്ചു പിടിക്കാൻ സ്വന്തം ജീവനെ അർപ്പിച്ചു തന്ന ക്രൂശിലെ സ്നേഹം അത് ഓർത്തിട്ട് പറയണം. നീ എത്ര തെറ്റ് ചെയ്താലും, നീ എത്ര അകന്നു പോയാലും ഞാൻ നിന്നെ മറക്കില്ല, ഞാൻ നിന്നെ ചേർത്ത് പിടിക്കും. ഇതാ സ്നേഹം. അതുണ്ടാകണം. ഇന്ന് ദൈവസഭകളിൽ തമ്മിലടിയും പ്രശ്നങ്ങളും കലഹവും ലോകമെമ്പാടും നോക്കിയ ദൈവസഭകൾ കല്ലെറിയുന്നു. ജാതികൾ നമ്മളെ കണ്ട് പരിഹസിക്കുന്നു. എന്താ കാരണം? നമ്മുടെ ഇടയിലുണ്ടായ ദൈവസ്നേഹം നഷ്ടപ്പെട്ടു. പക്ഷെ ഇവിടെ പൗലോസ് ആശ്ചര്യഭരിതനായിട്ട് അറിയാതെ ഉള്ളുകൊണ്ട് സ്തോത്രം പറയാ, എത്ര നല്ല സ്നേഹമുള്ള കുടുംബം. നമ്മളെ നോക്കിയിട്ട് നമ്മൾ പറയരുത്, പലരും പറയണം. ക്രൈസ്റ്റ് സെന്ററിലുള്ള വിശ്വാസികളുടെ ഇടയിൽ ദൈവസ്നേഹം നിറഞ്ഞു നിൽപ്പുണ്ട്. നമ്മുടെ വാക്ക് തുറക്കുമ്പോൾ, നമ്മുടെ കരം നീട്ടുമ്പോൾ, നമ്മുടെ ആരാധന കാണുമ്പോൾ, നമ്മുടെ കൂട്ടായ്മ കാണുമ്പോൾ, നമ്മളൊന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ, നമ്മൾ ഒരുമിച്ച് നടക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള ജനം ഓടി കയറി വന്ന് പറയുന്നു, മറ്റെന്നും കാണാത്ത ഒരു വിശുദ്ധ സ്നേഹം, ഒരു സന്തോഷം ദൈവം ഞങ്ങളെ കാണിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് ഈ സഭയോട് പറ്റത്തില്ലേ? അതിനുവേണ്ടി യേശു ഇനി വന്ന് മരിക്കണ്ട, നമ്മളൊന്ന് നന്നായാ മതി. അതുകൊണ്ട് വിശ്വാസികൾ എങ്ങനെയുള്ളവരാണെന്നാ പറയുന്നത്? അതെ, സ്നേഹമുള്ളവർ. എങ്ങനെയുള്ളവരായിരിക്കണം? എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സ്നേഹത്തിൽ ഒട്ടും കുറവില്ലാതെ ജീവിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വർഗമേ ഉള്ളൂ. അതാ നമ്മൾ. എന്നോട് പറയാൻ നിങ്ങൾക്ക് മനസ്സിലായില്ല. സ്നേഹക്കുറവില്ലാതെ പറഞ്ഞാലേ, സ്നേഹക്കുറവില്ലാതെ അന്ത്യം വരെ ജീവിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടമാണ് നമ്മൾ. ആണോ? അങ്ങനെയാണെങ്കിൽ ആയത് ആരോടൊക്കെ നമ്മൾ കമ്മലടിച്ചിട്ടുണ്ട്? എത്രയോ ആൾക്കാരോട് അടുത്ത് വന്ന, ഞാൻ പലപ്പോഴും അടുത്ത് വന്നിരുന്നപ്പോൾ ഒരു സ്വത്രം പറയുന്നില്ല, ദൂരെ നിൽക്കുക. കാരണം വൈരാഗ്യം മനസ്സ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. പണ്ട് ബാംഗ്ലൂരിലായിരുന്ന സമയത്ത് ഒരിക്കൽ ഒരു ദേവദാസൻ ഞങ്ങളുടെ ചർച്ചിൽ ഒരു വിശ്വാസി ബാംഗ്ലൂരിൽ കൊണ്ടുപോയി
അവരുടെ ബിസിനസ് എല്ലാം തകർന്നിരിക്കുകയായിരുന്നു. അവരെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോയത്. പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ദാസന്മാർക്കെല്ലാം നല്ല സ്വർഗീയ ബോധനമല്ലേ. വന്ന ഉടനെ അടിപൊളി ചായ കൊണ്ടുവന്ന് തന്നു. അവിടെ കൊച്ചി ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പർ ചായ. അത് കണ്ടു കഴിയുമ്പോൾ നമ്മൾക്ക് സന്തോഷമാവും. അത് മാത്രമല്ല, ആ ചായയോടൊപ്പം നല്ല സൂപ്പർ ഒരു ഷർട്ടും. പിന്നെ പാസ്റ്റർമാരൊന്നും ഉണ്ടാവില്ല അല്ലേ. നല്ലൊരു, ഞാൻ ഇതെല്ലാം പറയുന്നത് നിങ്ങൾ എനിക്ക് മേടിച്ചിരുന്നോന്നല്ല, അവിടത്തെ കാര്യം ഞാൻ പറയാം. നിങ്ങൾ വന്നില്ലെന്ന് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്തൊക്കെ നല്ലൊരു ചായയും നല്ലൊരു ഷർട്ടും. എന്റെ വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു. എന്ത് നല്ല ഫാമിലി അല്ലേ. ദേവാസന്മാരെ മാനിക്കുന്നു, ചെന്നിരുന്നു, വർത്താനം തുടങ്ങി, എന്തോ സന്തോഷം. പക്ഷെ പ്രശ്നം ഇതല്ലായിരുന്നു. എനിക്ക് ചായ കൊണ്ടുവന്ന് ആന്റി കൊണ്ടുവന്ന് ചായ തന്നു. എന്നാൽ അകത്ത് പുള്ളിക്കാരത്തി ചായ ഇട്ടിട്ട് മൂത്ത മോളുടെ കയ്യിൽ ചായ കൊടുത്ത് പിതാവിന് കൊടുത്തു. അപ്പൊ പിതാവ് കുടിച്ചു കഴിഞ്ഞിട്ട് ഇളയ മോളെ വിളിച്ചിട്ട് ഗ്ലാസ് കൊടുത്തിട്ട് പറഞ്ഞ് അടുക്കള കൊണ്ടുവച്ചു പോകാൻ. സ്വാഭാവികമല്ലേ, എല്ലാ കുടുംബങ്ങളിലും ചിലപ്പോൾ നടക്കുമായിരിക്കും. ഫേവറിറ്റിസമാണോ അല്ലയോ എന്നൊക്കെ നമുക്കൊരു അറിയാൻ പറ്റത്തില്ല. അങ്ങനെ കൊണ്ടാവില്ല. അപ്പൊ ഞാനും വലിയതായിട്ട് അറിയത്തില്ല. പക്ഷെ ഞാൻ റൂമിൽ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ മനസ്സിനൊരു അസ്വസ്ഥത. ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കാൻ പോയത്? അവരുടെ ബിസിനസ് തകർന്നിരിക്കുക, ദൈവം ബിസിനസ്സിൽ നിന്ന് ഒന്ന് കരകയറ്റണമേ എന്ന് പറഞ്ഞിട്ട് വണ്ടിക്കാശും എടുത്ത് തന്ന് വിളിച്ചിരിക്കുക പ്രാർത്ഥിക്കാനായിട്ട്. അപ്പൊ അകത്തി എന്ത് കഴിഞ്ഞപ്പോ ഒരു അസ്വസ്ഥത, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യവും സംഭവിക്കുന്നില്ല. കമാന്ന് അവരെ കുറിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഒരു പ്രേരണയും കിട്ടുന്നില്ല. ആകെ അങ്കലാപ്പിലായി. അപ്പോഴേക്കും ഈ രണ്ട് കുഞ്ഞുങ്ങൾ എന്റെ അടുത്ത് വന്നു. ഞാനപ്പം അവരോട് ചോദിച്ചു, മക്കളെ, ടീനേജേഴ്സ് ആയിട്ടുള്ള 2 കുഞ്ഞുങ്ങളാ, മക്കളെ എന്താ ഇവിടുത്തെ പ്രശ്നം എന്ന് ചോദിച്ചില്ല. എന്നെ കണ്ടത് 2 പേരും തന്നെ തുടങ്ങി. ഞാൻ ചോദിച്ചു, ഞാൻ ഇനി എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടാണ് പറയുന്നത്? നല്ല കണ്ണീടെ കൂട്. കാരണം ഞാൻ കണ്ടത്, രാവിലെ കണ്ടതെന്താ, 2 പോസ്റ്റ് പോവാൻ, അപ്പന് വേണ്ടി ഇളയ മോൾ, അമ്മയ്ക്ക് വേണ്ടി മൂത്ത മോൾ, ഇങ്ങനെ 2 പോസ്റ്റ് മൂവ്മെന്റ് ഒരു വീട്ടില്. കർത്താവിന്റെ മക്കളാ. ചർച്ചിലാണെങ്കിൽ ഏറ്റവും മുൻപന്തിയിൽ ആരാധിക്കുന്നവർ, എല്ലാത്തിലും മുൻസ്ഥാനമുള്ളവർ, പാസ്റ്റർമാർ വന്നാൽ വീട്ടിൽ താമസിപ്പിക്കുന്നവർ, ചർച്ചിന്റെ എല്ലാ കാര്യത്തിലും ഉപവസിക്കുന്നവർ, 21 ദിവസം എല്ലാ വർഷവും എടുക്കുന്നവർ. അപ്പൊ ഇതിനെ കണ്ടപ്പോ എനിക്ക് ഒരു ജിജ്ഞാസ തോന്നി, കുഞ്ഞുങ്ങളോട് കാര്യം ഒന്ന് തിരക്കണം. ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു കേട്ടോ, എന്നെ ദുഃഖിപ്പിച്ച ഒരു കാര്യം, എന്റെ പാസ്റ്ററെ, എന്റെ പപ്പായും മമ്മിയും വീട്ടിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് പരസ്പരം കമ എന്നൊരു വാക്ക് കിട്ടിയിട്ടില്ല. ആരാധനയ്ക്ക് പോകുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, പാസ്റ്റർമാരെ ആദരിക്കുന്നുണ്ട്. എന്നാൽ സ്വന്തം കുടുംബത്തിൽ ദൈവം തന്ന പങ്കാളിയോട് ക്ഷമിച്ച് അവരോട് മാപ്പ് പറഞ്ഞ് സ്നേഹത്തിൽ ഒന്നാകുവാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ സ്നേഹം കപടമല്ലേ? ആ ഷർട്ട് ഞാൻ ഇട്ടിട്ട് സ്വത്രം പറഞ്ഞിട്ട് ഇപ്രകാരം ആന്റി അങ്ങളുടെ മുമ്പിൽ വിളിച്ചു, ഒരു പ്രവാചകനും നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കണ്ട, ഒരു ഉപവാസവും നിങ്ങൾ ഈ കുടുംബത്തിൽ നടത്തണ്ട. ഒന്നും ചെയ്തില്ലെങ്കിലും പരസ്പരം കൈപിടിച്ചിട്ട് ഞാൻ ചെയ്ത തെറ്റിനോട് എന്നോട് ക്ഷമ പറഞ്ഞ് ഒന്ന് ആലിംഗനം ചെയ്താൽ ദൈവം അടച്ചത് ദൈവം തുറക്കും. ഇന്ന് പകലും ദൈവാത്മാവ് പറയുന്നു, ചില വാതിലുകൾ ദൈവം അടച്ചത് അത് നിന്റെ പ്രാർത്ഥനയുടെ കുറവല്ല, നിന്റെ ആരാധനയുടെ കുറവല്ല, നിന്റെ ഉള്ളിൽ ദൈവസ്നേഹം നഷ്ടപ്പെട്ടതുകൊണ്ട് അത് തുറക്കാൻ പാസ്റ്റർ അധികാരമില്ല, അത് തുറക്കാൻ ഒരു പ്രവാചകന് അധികാരമില്ല. എന്നാൽ ഇന്ന് പറയുന്ന അധികാരമുള്ളവൻ പറയുകയാണ്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങിയാൽ ആരും പ്രാർത്ഥിക്കാതെ നിനക്ക് വേണ്ടി വഴിമാറും. ഞാൻ അത്ര പറയാൻ വിടില്ല. നമ്മൾ അങ്ങനെ ആകരുത്. പ്രഹസനമായിരിക്കുന്നത് നമ്മുടെ ജീവിതം സത്യമായിരിക്കും. അടുത്തത് ഇനി 3 കാര്യങ്ങൾ തമ്മിൽ വാദങ്ങൾ പറയാം, എന്റെ മുമ്പ് സമയമില്ല. അടുത്തത് 2 കാര്യങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. 2 കാര്യങ്ങൾക്ക് വേണ്ടി ദൈവമേ സ്തോത്രം. എന്തോ നല്ല ദൈവവാസം അല്ലേ? എന്താ എടുത്തു പറയുന്നത്? അവരുടെ കുറ്റം കുറവുകൾ എല്ലാം കണ്ടെങ്കിൽ തന്നെ എന്താ എടുത്തു പറഞ്ഞത്? സ്നേഹമുള്ളവരാ, വിശ്വാസമുള്ളവരാ. എന്നിട്ട് പറയാണ് അടുത്തെന്താ പറയണ? ഞാൻ നിങ്ങളെ കുറിച്ച് എന്റെ പ്രാർത്ഥനയിൽ ഓർത്ത് എന്ത് കാര്യത്തിനാണ്?
ആ ആ ആ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് പൗലോസ്? കർണാടകനെ ആദ്യമായിട്ടാണ് വിശ്വാസമുള്ള സഭ, പരസ്പര സ്നേഹമുള്ള സഭ. അപ്പൊ നല്ല സഭയല്ലേ? അടുത്ത പറയുന്ന വാക്യമാണ് എന്നെ പിടികിട്ടിയത്. പ്രാർത്ഥിക്കുന്നത് എന്താ? കർത്താവ് ഇങ്ങനെയൊക്കെ വിശ്വാസത്തിൽ പോയാൽ മതി, ഇവരെല്ലാം നല്ല ആൾക്കാരാ, ഇവരെല്ലാം മുട്ടപ്പന്മാരും മുട്ടപ്പിമാരാ, അതുകൊണ്ട് സാരമൊന്നുമില്ല, എല്ലാവരും സൂപ്പറായിട്ടിരിക്കും, അങ്ങനെയാണോ പ്രാർത്ഥിച്ചത്? നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണ്? കർത്താവെ അനുഗ്രഹിക്കണം, മക്കളെ അനുഗ്രഹിക്കണം, മക്കളെ വീട് അനുഗ്രഹിക്കണം, വീട്ടുകാരെ അനുഗ്രഹിക്കണം, അവരുടെ ഭാവി അനുഗ്രഹിക്കണം, കുഞ്ഞുങ്ങളെ. ഇങ്ങനെ പോകുന്നില്ല. പൗലോസിനോട് ചോദിക്കുക, പൗലോസ് എന്താ പ്രാർത്ഥിക്കുന്നത്? പൗലോസ് പറയും, ആ പ്രാർത്ഥനയ്ക്കല്ല ഔട്ടപേക്ഷ, എനിക്ക് ആത്മാവിലുള്ള ഒരു പ്രാർത്ഥന മനസ്സിലായി, അതാ ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്താ പ്രാർത്ഥന? വായിക്കട്ടെ. ഒന്നുകൂടെ. ഇത് കൊടുക്കണം. എന്തോ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്രകാരമുള്ള ഈ സഭയിൽ സ്നേഹമുണ്ട്, ഈ സഭയിൽ വിശ്വാസമുണ്ട്. പക്ഷെ അങ്ങ് വിളിച്ചതിന്റെ ആശ മനസ്സിലാക്കണമെങ്കിൽ ഈ സഭയ്ക്കുള്ളിൽ ജ്ഞാനവും വെളിപ്പാടും ആവശ്യമാണ്. അങ്ങനെയല്ലേ പ്രാർത്ഥിച്ചത്? അപ്പൊ അതില്ലായിരുന്നു, മനസ്സിലാക്കുന്നു? അതില്ലായിരുന്നു. അപ്പൊ അങ്ങനെയല്ലേ അതിനർത്ഥം? ഇവിടെ പൗലോസേ ആദ്യം രണ്ട് കാര്യത്തിൽ സ്തോത്രം ചെയ്തിട്ട് ആ ദൈവദാസൻ പ്രാർത്ഥിക്കുക, കർത്താവേ ഇവരിൽ ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ വെളിപ്പാടും ദൈവം ഇവരെ വിളിച്ചതിന്റെ ഉദ്ദേശം മനസ്സിലാക്കാനുള്ളത്. ഞാൻ നമ്മളോടൊന്ന് ചോദിക്കട്ടെ, നമ്മളെ ദൈവം തെരഞ്ഞെടുത്തതല്ലേ? എത്ര പേർക്ക് നമ്മളെ ദൈവം തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം മനസ്സിലായി? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ കേവലം വന്നിരുന്ന് ഒരു കൈയൊക്കെ അടിച്ച് അന്യഭാഷ വേണമെങ്കിലൊന്ന് പറഞ്ഞ് സ്വത്രവകയിച്ച വേണമെങ്കിലൊന്ന് ഇട്ട് ബൈബിൾ വേണമെങ്കിലൊന്ന് കേട്ട് വീട്ടിൽ പോകാൻ ഇതിനാണോ തെരഞ്ഞെടുത്തത്? പിന്നെ എന്തിനാ? അങ്ങനെയല്ലേ? ഞാൻ വായിച്ചപ്പോൾ ഞെട്ടിപ്പോയ കാര്യമാണിത്. പൗലോസ് പ്രാർത്ഥിക്കുക, കർത്താവേ പിതാവിന്റെ ഇവരിലുള്ള തിരഞ്ഞെടുത്തതിന്റെ ആശ ഇവർ മനസ്സിലാക്കണം, അതിനുവേണ്ടി വെളിപ്പാട് ആവശ്യമാണ്. ദൈവം തെരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? എന്നാ ഇതിന്റെ 1-ാം അധ്യായം വായിക്കുമ്പോ പൗലോസ് പറയാ ഈ സഭയെ കുറിച്ച്, നിങ്ങൾ ഇന്നൊന്നും തെരഞ്ഞെടുത്തല്ല, ലോകസ്ഥാപനത്തിന് മുന്നമേ. അങ്ങനെ പറയുന്നത് 1-ാം അധ്യായം 4-ാം വാക്യം വീട്ടിൽ പോവായോ? ലോകസ്ഥാപനത്തിന് മുമ്പ്, എന്റെ ഭാഷ പറഞ്ഞാൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ്, എന്റെ പിതാവ് ജനിക്കുന്നതിന് മുമ്പ് പോട്ടെ, ആദം ജനിക്കുന്നതിന് മുമ്പ് അതുപോട്ടെ, ഈ ലോകം സ്ഥാപിക്കുന്നതിന് മുന്നേ ദൈവം എന്നെ കണ്ടെന്നു. എന്നിട്ട് അതിന്റെ 5-ാം വാക്യം പറയാണ്, ആ തെരഞ്ഞെടുപ്പ് വേറെ ഒന്നുമല്ല, ഈ ഭൂമിയിൽ നിഷ്കളങ്കരും വിശുദ്ധരുമായി ജീവിക്കേണ്ടതിന്. അത് വായിച്ചാൽ 1-ാം അധ്യായം 3-4 വാക്യം പെട്ടെന്ന്. കേട്ടോ, നാം ആരുടെ മുമ്പിൽ? അതൊന്ന് വായിച്ചാട്ടെ, എനിക്ക് ഒത്തിരി മനസ്സിലാ. വായിച്ചാട്ടെ. നമ്മൾ പരസ്പരം വിശുദ്ധരെന്ന് പറയാനല്ല. നമ്മളോട് പറയാമോ, എന്റെ പ്രാർത്ഥന എന്തോ അടിപൊളി പ്രാർത്ഥനയാണ്, ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭൂതങ്ങൾ അലറിപ്പോ. എടാ, ഇതൊന്നുമല്ല ആത്മീയന്റെ അല്ലെങ്കിൽ വിശുദ്ധന്റെ മാനദണ്ഡം. ഞാൻ പ്രാർത്ഥിച്ചാലും ഞാൻ ആരാധിച്ചാലും ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുവാനുള്ള കഴിവുള്ളവനാണെങ്കിലും വിശുദ്ധിയുടെ മാനദണ്ഡം അതല്ലേ? പിന്നെ എവിടെയാ? ഒന്ന് നോക്കിയ ദൈവം ആരാ? പരിശുദ്ധനായ ദൈവം. ആ ദൈവം നോക്കുമ്പോ ഞാൻ ആരായി കാണണം? സ്തോത്രം, മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിതത്തിൽ ശുദ്ധീകരണമില്ല എങ്കിൽ, ജീവിതത്തിൽ നിഷ്കളങ്കത്വമില്ല എങ്കിൽ, ദൈവത്തിന്റെ ഏറ്റവും കൂടുതൽ ആഗ്രഹം ദൈവസഭയെ കുറിച്ച് തിരിച്ചറിയണം. നമ്മൾ കൂടുതൽ ആരാധിച്ചു പോകാനല്ല, നമ്മൾ കൂടുതൽ പ്രാർത്ഥിച്ചു പോകാനല്ല, കൂടുതൽ വചനം കേട്ടു പോകാനല്ല, ഇതെല്ലാം ആവശ്യമാണ്. എന്നാൽ ഇതിനേക്കാൾ അപ്പുറമായിട്ട് യേശു വരുന്നത് വരെ ശ്രദ്ധിക്കുക, യേശു
വരുന്നത് വരെയും നിത്യതയിൽ എത്തുന്നവരെയും നമ്മൾ യേശുവിന്റെ മുമ്പിൽ, പിതാവിന്റെ മുമ്പിൽ എന്നും നിഷ്ഠരാകണം. ഹല്ലേലൂയ. അതിൽ കുറഞ്ഞുള്ള ഒരു കോംപ്രമൈസും ദൈവത്തിന്റെ ആശയമില്ലെന്ന്. അപ്പൊ ചിലർ പറയും ദൈവത്തിന് ഇത് മാത്രം മതിയോ, നമ്മളെ കുറിച്ച് ഒരു ചിന്തയില്. എടാ, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് അങ്ങ് യുഗങ്ങൾക്ക് മുമ്പാണ്, സ്ഥാപനത്തിന് മുമ്പാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ജീവിക്കേണ്ടതിന്റെ എല്ലാ കാര്യവും ഇവിടെ ചെയ്തു വെച്ചില്ലേ? മനസ്സിലായില്ല? ദൈവം നമ്മളെ തിരഞ്ഞെടുത്താൽ നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പേ, എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ ജനിക്കുമെന്ന് അറിഞ്ഞ് ഈ ലോകത്തിൽ എനിക്ക് വേണ്ടി എല്ലാം കരുതി. അപ്പൊ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞു? ഞാൻ അല്ലേ ഏതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, അങ്ങയുടെ മുമ്പിൽ ഞാൻ വിശുദ്ധനായി ജീവിക്കണം. കർത്താവേ, അങ്ങനെ നോക്കുമ്പോൾ എന്നിൽ കളങ്കത പാടില്ല. കാരണം എന്താ? എന്റെ കളങ്കത നഷ്ടപ്പെട്ട, എന്റെ നിഷ്കളങ്കത നഷ്ടപ്പെട്ടാൽ, എന്റെ ശുദ്ധി നഷ്ടപ്പെട്ടാൽ എന്റെ ജീവിതം നശിച്ചു പോകും. എന്റെ യേശു മരിച്ചത് വ്യർത്ഥമായി തീരുമെന്ന് അറിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ എല്ലാം നന്നാകണമെന്നല്ല. അതെല്ലാം നന്നായി ദൈവം ലോകത്തിൽ വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടി. എന്നാൽ ലഭിക്കാത്തതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമേ, ഈ ഭൂമിയിൽ നല്ലൊരു വിശുദ്ധനാണ്. അതാണ് ആശ. ആശയ്ക്ക് വേണ്ടി എത്ര പേര് പ്രാർത്ഥിക്കും? എത്ര പേര് പ്രാർത്ഥിക്കണം? വീട്ടിൽ പോയിട്ടാണ്, കർത്താവേ, എന്റെ കുഞ്ഞുങ്ങൾ പഠിച്ച എഞ്ചിനീയർ ഒന്നും ആയില്ലെങ്കിലും നല്ല വിശുദ്ധരാകണം. എന്റെ ഭാര്യ ഭർത്താവ് നല്ല ജോലി ഒന്നും ഇല്ലെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൽ ആത്മീയത ഉണ്ടാകണം. കുഞ്ഞുങ്ങൾ നടക്കുമ്പോൾ യേശുവിനെ കുറിച്ച് പറയണം. ഞങ്ങൾക്ക് ലോകത്തിൽ എല്ലാം നേടിയില്ലെങ്കിലും ഞങ്ങളുടെ കുടുംബം വിശുദ്ധമാകണം. ഇതല്ലേ പ്രാർത്ഥിക്കേണ്ടത്? അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ആ സ്വർഗത്തിലെ സകല കാര്യങ്ങളും എന്ത് ചെയ്ത ക്രിസ്തുവിൽ നമുക്ക് തന്നിരിക്കുന്നു എന്നല്ലേ വായിച്ചത്? മൂന്നാമത്തെ അതിനുവേണ്ടി പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്, വിശുദ്ധിയിൽ ജീവിച്ച് അതത് സമയത്ത് പെറുക്കിയെടുക്കുവാൻ ദൈവം നമ്മളെ നിയമിച്ചിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് പല വിഷയങ്ങൾക്കായി ഈ ലോകത്തിന്റെ അവസ്ഥയ്ക്ക് പ്രാർത്ഥിച്ചിരിക്കുന്നവരോട് ഇന്ന് വൈകിയ വേളയിൽ ഒരു ദൂത് പ്രകാരം പറയാം. അതിന്റെ പ്രാർത്ഥന നിർത്തിവെച്ചിട്ട് ദൈവം നിന്നെ ആക്കിയതിൽ വിശുദ്ധി ഭാവിച്ച് ഒന്ന് മുന്നോട്ട് നയിച്ചേ. നീ ചോദിക്കാത്തത് തന്നെ, നിനയ്ക്കാത്തത് തന്നെ നിന്റെ മുമ്പിൽ മേശ പോലെ വിളമ്പി വെക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. കാരണം അവൻ വിശുദ്ധനായ ദൈവം. അപ്പം എന്താ അറിയേണ്ടത്? ആശ അറിയണം. പോട്ടെ, അടുത്തത് അങ്ങനെ പറഞ്ഞുപോയ സമയം പോകും. അടുത്ത എന്താ പ്രാർത്ഥന? എന്തൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഒന്ന്, ആശ അറിയണം ദൈവത്തിന്റെ. രണ്ട്, കർത്താവേ, ഈ ആരാധിക്കുന്ന, ഈ പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കണേ. എന്തൊരു കാര്യത്തിനാ? മൂന്ന് കാര്യങ്ങൾക്ക്. അത് ഞാൻ ചുമ്മാ അഭിവാദം പോലെ പറയാം, അതൊരു പ്രാർത്ഥിക്കാം. എന്തൊക്കെയാ? ഒന്ന്, ദൈവമേ, ആവാസത്തെ പദം എനിക്കൊന്ന് 16-17 വാക്യം. തന്നെ കുറിച്ചുള്ള പരിജ്ഞാനം. എന്തിനാണ് ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കേണ്ടത്? ആരെ കുറിച്ചുള്ള പരിജ്ഞാനം? ഒന്ന് വായിച്ച എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ ആ വാക്യമാ. നിങ്ങൾക്ക് എന്ന് പറഞ്ഞ ആർക്ക്? ആർക്കാ? നമ്മൾക്ക്. നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കേണ്ടതിനാണ്, വേറെ ഒന്നുമല്ല, നമ്മളെ വിളിച്ച ദൈവത്തെ നന്നായി തിരിച്ചറിയാൻ. അങ്ങനെയല്ല? അതിന്റെ വൈദ്യം ഒന്ന് വായിച്ചേക്കാം. നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനം. ആരെ കുറിച്ച്? നിങ്ങളെ വീണ്ടെടുത്ത, നിങ്ങളെ രക്ഷിച്ച, നിങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായി തീർന്ന, സകല ചരാചരങ്ങളെയും ഉണ്ടാക്കിയ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള, ഏത് മനുഷ്യന് ഉത്തരം നൽകാൻ കഴിവുള്ള ആ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം. സമയമില്ല, പെട്ടെന്ന് അടുത്ത്. അന്ന് വിളിയാനുള്ള ആശ തിരിച്ചറിയാൻ. അടുത്ത്
രണ്ട്, നമ്മളിൽ ദൈവത്തിന്റെ ഒരു അവകാശം ഉണ്ടെന്ന്. നമ്മുടെ അവകാശമെന്നല്ല, നമ്മുടെ അകത്ത് നമ്മളെന്താ ശ്രേഷ്ഠനെന്നറിയാവോ? നമ്മൾ പലപ്പോഴും പറയും നമ്മൾ എന്തൊക്കെ അല്ല, നമ്മളെ ശ്രേഷ്ഠമാക്കിയ ഒരു വ്യക്തിത്വം അകത്തിരിപ്പുണ്ട്. അതാ പറയുന്നത്, നമ്മൾ ദൈവത്തിന്റെ സമ്പാദ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ തൊടാൻ ആർക്കെങ്കിലും പറ്റുമോ? നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊക്കെ വണ്ടി ഓടിച്ച് സേഫ് ആയിട്ട് വീട്ടിൽ എത്തുന്നത് നമ്മൾ നല്ല ഡ്രൈവർ അല്ലെന്നേ. നമ്മൾ അവന്റെ അവകാശമാണ്, നമ്മൾ അവന്റെ സമ്പാദ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയി തിരിച്ചു വരുന്നത് നമ്മൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു വിടുന്നത് കൊണ്ട് മാത്രമല്ല, നിങ്ങൾ അവന്റെ അവകാശമെന്ന് ദൈവം കരുതിയതുകൊണ്ട് ദൈവം പതിഞ്ഞ് സൂക്ഷിക്കുന്നത് തിരിച്ചറിയുന്നു. ഞാൻ ദൈവ സമ്പാദ്യമാകിയാൽ ദൈവം എന്നെ സൂക്ഷിക്കുന്നു. അടുത്തത് മൂന്നാമത്തത്, അപ്പൊ ഈ മൂന്ന് കാര്യം അറിയണം. ഒന്ന്, ദൈവത്തിന്റെ ആശയം അറിയണം. രണ്ട്, ദൈവം നമ്മളിൽ വെച്ചിരിക്കുന്ന മഹിമാതനം തിരിച്ചറിയണം. മൂന്ന്, ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം തിരിച്ചറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ഒന്ന്, ദൈവത്തെ കുറിച്ച് അറിയുവാനുള്ള ജ്ഞാനവും വെളിപ്പാടും. രണ്ട്, ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണം. എന്ത് കാര്യത്തിന് വേണ്ടി? മൂന്ന് കാര്യത്തിന് വേണ്ടി. എന്തൊക്കെയാണ്? ആശയം എന്നറിയാൻ വേണ്ടി, നമ്മുടെ മഹിമാതനം നമ്മളിലുള്ളതെന്ന് തിരിച്ചറിയണം, നമ്മളിലുള്ള ദൈവബലം തിരിച്ചറിയണം. എന്ന് പറഞ്ഞാൽ ഇപ്രകാരം പറയാം, നമ്മൾ സാധാരണക്കാരല്ല, നമ്മുടെ ഉള്ളിൽ ഒരു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. പൗലോസിന്റെ ഭാഷ വേറെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ട്. അത് എത്ര വലിയ ശത്രുവായാലും, എത്ര വലിയ രാജ്യമടക്കുന്ന വമ്പൻ സാത്താനായാലും അതിനൊക്കെ അടക്കി ഭരിക്കുവാൻ എന്റെ മേലും നിങ്ങളുടെ മേലും ഒരു ദൈവശക്തി ഉണ്ട്. നമ്മൾ പേടിക്കേണ്ടവരല്ല, പേടിച്ച് മാറി നിൽക്കേണ്ടവരല്ല, തോൽക്കേണ്ടവരല്ല, തോറ്റ് മാറി നിൽക്കേണ്ടവരല്ല. തോൽക്കുന്നവരുടെ മുമ്പിൽ ജയിച്ചു കാണിച്ചു കൊടുക്കുവാൻ ദൈവം നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരു ബലമുണ്ട്. അതൊന്ന് തിരിച്ചറിയണം. ഒരു നിമിഷം കണ്ണുകളുടെ ചാട്ടം. ദൈവസഭ തിരിച്ചറിയേണ്ട കാര്യങ്ങൾ പത്രം പറയാൻ പൗലോസിനെ പ്രേരിപ്പിച്ചത് അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിന്ന ദൈവിക ഹൃദയം. നിറഞ്ഞു നിന്ന ആ ദൈവസ്നേഹം കണ്ടിട്ട് പൗലോസ് ദൈവത്തോട് പറയുക, കർത്താവേ, ഈ കുഞ്ഞുങ്ങളുടെ സ്നേഹത്തെ ഓർത്ത് ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പരസ്പരമുള്ള കരുതലും സ്നേഹവും കണ്ടിട്ട് അവരുടെ ഇടയിലുള്ള ദൈവിക യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ദൈവമേ, ഈ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അവിടെ കൊണ്ടല്ല നിർത്തുന്നത്. പൗലോസ് പിന്നെയും പ്രാർത്ഥനയിലേക്ക് ഒരുങ്ങിയിട്ട് പ്രകാരം പറയുക, കർത്താവേ, അങ്ങയുടെ വിളിയുടെ ആശ തിരിച്ചറിയേണ്ടതിന് വെളിപ്പാട്, അങ്ങയെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകേണ്ടതിന് ദൈവമേ ഞങ്ങളുടെ ഇടയിൽ പരിവർത്തിക്കണം. എത്ര പേര് അങ്ങനെ പ്രാർത്ഥിക്കും? കർത്താവേ, ഓരോ ദിവസവും എനിക്ക് അവനെ കുറിച്ചുള്ള പരിജ്ഞാനം ആവശ്യമാണെന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? അതിനായിട്ട് വെളിപ്പാടിന്റെയും ജ്ഞാനത്തിന്റെയും ആത്മാവിനെ പകരണമെന്ന് പ്രാർത്ഥിക്കുവാൻ എത്ര പേര് തയ്യാറുണ്ട്? അടുത്തത്, കർത്താവേ, എന്റെ കണ്ണൊന്ന് തുറക്കണമേ എന്ന് പറയുവാൻ. അകക്കണ്ണ് കർത്താവേ, നീ വിളിച്ച വിളിയുടെ ഉദ്ദേശം എന്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കണം. കർത്താവേ, എന്നിൽ വെച്ചിരിക്കുന്ന ദൈവസമ്പത്ത് എന്താണെന്ന് തിരിച്ചറിയേണ്ടതിന്, എന്നിൽ വെച്ചിരിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം തിരിച്ചറിയേണ്ടതിന് എത്ര പേര് ഇങ്ങനെ പ്രാർത്ഥിക്കുമെന്ന് പകലിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ ഹൃദയങ്ങളും ഒരുക്കത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ വീടുകളിൽ ഇതൊരു അനുഗ്രഹമായി തീരേണ്ടതിന്, ഈ ശക്തി നമ്മളിലൂടെ പ്രബലപ്പെടേണ്ടതിന്, ഈ ശക്തിയുടെ വ്യാപാര ശക്തി ഒന്ന് തിരിച്ചറിയേണ്ടതിന്, ഈ ദൈവ സമ്പാദ്യം നിങ്ങളിലുള്ളത് നിങ്ങൾ സാധാരണക്കാരല്ല, നിങ്ങൾ എന്തോ വലിയ മഹത്വമുള്ളവരാണ് എന്ന് ദൈവം മനസ്സിലാക്കി തരികയാണ്. നിങ്ങൾ ഒന്ന് ചുമ്മാ വന്നിരുന്ന് കടന്നു പോകുന്നവരല്ല, നിങ്ങൾ എനിക്ക് വിലയേറിയവരാണ്. നിങ്ങൾ കരഞ്ഞാൽ എനിക്ക് സഹിക്കുകയില്ല, നിങ്ങളുടെ കാലിടറിയാൽ എനിക്ക് വേദനിക്കും, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കും ദൈവമല്ല, കാരണം ഞാൻ എന്റെ വില കൊടുത്ത് മേടിച്ചെന്റെ സമ്പാദ്യമാ. പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വലിയ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണമേ. ദൈവകൃപ ഞങ്ങളിലേക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പൗലോസിന്റെ പ്രാർത്ഥനയിലെ ശക്തി ഞങ്ങൾക്ക് മനസ്സിലാകുവാൻ
ദൈവം വിളിച്ചത് എന്തിനാണെന്ന് മനസ്സിലാകുവാൻ, വിശ്വാസം എന്തിനാണെന്ന് മനസ്സിലാകുവാൻ, സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാകുവാൻ, അതുപോലെ തന്നെ ഹൃദയദൃഷ്ടി എങ്ങനെ പ്രകാശിക്കണമെന്ന് മനസ്സിലാകുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ദൈവം ഈ സഭയെ അനുഗ്രഹിക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. God bless you. നമ്മുടെ കണ്ണുകളെ ഇന്ന് കേട്ട ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ കേട്ട് നമ്മൾ പോകുന്നവനായിട്ടുള്ള മനുഷ്യൻ കേട്ടതധികം ശ്രദ്ധയോടെ നമ്മൾ മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം പൗലോസിന്റെ മഹത്തായ പ്രാർത്ഥന, ഹല്ലേലൂയ, ബൈബിളിൽ വളരെ വ്യത്യസ്തമായ പ്രാർത്ഥന. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? ഹല്ലേലൂയ. അവന്റെ വിളിയാലുള്ള ആശയില്ലതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇല്ലതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പമില്ലതെന്നും തിരിച്ചറിയേണ്ടതിന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. വളരെ വ്യത്യസ്തമായ ഒരു പ്രാർത്ഥന, പൗലോസിന്റെ പ്രാർത്ഥന, മഹത്സകരമായ പ്രാർത്ഥന. കർത്താവിന്റെ ദാസനിലൂടെ വളരെ ശക്തമായിട്ട് നമ്മൾ കേൾക്കുവാനിടയായി തീർന്നു. കർത്താവിന്റെ ദാസൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു വാചകം പ്രാർത്ഥനയെ കുറിച്ച് ഞാൻ ഓർക്കുന്നു. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ എപ്പോഴും പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രതീക്ഷകളില്ലാത്ത ഒത്തിരി പ്രാർത്ഥനകൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഉറപ്പോടെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തു തരുമെന്നുള്ള ഉറപ്പോടെ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്നവർ കുറവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നത് ആരോടാണെന്നുള്ള ബോധ്യത്തോടെ പ്രാർത്ഥിക്കുന്നവരും കുറവാണ്. വിഷയങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധി ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ അപ്രതിസന്ധിയുടെ നടുവിൽ, അപ്രതികൂലത്തിന്റെ നടുവിൽ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഈ പ്രതിസന്ധി ഘട്ടത്തിലും ദൈവം എന്നെ നടത്തുവാൻ ശക്തനാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നത് മറ്റാരോടുമല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടാ, ദൈവം എനിക്ക് വേണ്ടി ചെയ്തു തരും എന്നുള്ള പ്രതീക്ഷയുള്ള പ്രാർത്ഥനയ്ക്കായി ഞാൻ എന്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനകൾക്ക് പ്രതീക്ഷകൾ വരട്ടെ. ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും ഉറപ്പോടെ വിശ്വസിക്കുക, എന്റെ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ശക്തനാണെന്നുള്ള ഉറപ്പോടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സമശ്രദ്ധയോടെ പ്രാർത്ഥിച്ചെങ്കിലും പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത ഉത്തരം വാതിൽക്കൽ നിന്ന് മുട്ടുമ്പോഴും ആശ്ചര്യപ്പെട്ടു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്ക് ഇത്രയും വേഗത്തിൽ മറുപടി ലഭിക്കുമോ എന്നുള്ള ഒരു ആശ്ചര്യം അവിടെ ഉളവാകുവാനിടയായി തീർന്നു. ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രാർത്ഥന ഏതാണ്? പ്രാർത്ഥിക്കുന്നതിൽ ഹല്ലേലൂയ ദൈവം പ്രവർത്തിക്കുമോ എന്നുള്ള ഉറപ്പ് നമുക്കില്ല. എന്നാൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനകൾക്ക് പ്രതീക്ഷകൾ വരട്ടെ. എന്റെ ദൈവം പ്രാർത്ഥിച്ചാൽ മറുപടി തരുന്ന ഒരു കർത്താവാണ്. ഇന്നത്തെ വചനം അധികം ശ്രദ്ധയോടെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കാം. ഈ വചനപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയുവാൻ, നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടിയെ പ്രകാശിപ്പാൻ. ഹല്ലേലൂയ. വർഷങ്ങളായി രക്ഷിക്കപ്പെട്ടു, വർഷങ്ങളായി സ്നാനപ്പെട്ടു, എന്നാൽ ഹല്ലേലൂയ വെളിപ്പെടേണ്ടവണ്ണം, തെളിയേണ്ടവണ്ണം നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കാൻ തക്കവണ്ണം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നമുക്കിടയാകുന്നില്ലെങ്കിൽ പ്രിയരെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു അർത്ഥമില്ല. എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കുമെന്നൊക്കെ വേണം ദൈവം ഇടയാക്കേണ്ടതിനാണ്. ദൈവത്തിന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതിനാണ്. ഹല്ലേലൂയ. വളരെ ഗ്രാഹ്യമുള്ള ഈ പ്രാർത്ഥനയ്ക്കകത്ത് നമ്മുടെ ജീവിതത്തിൽ ആ പ്രാർത്ഥന ഒരർത്ഥമുള്ള അർത്ഥവത്തായി നമ്മൾ തീരണമെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്കകത്ത് നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം പ്രിയരെ. ഹല്ലേലൂയ. ദാസനിലൂടെ കേട്ട ഈ നല്ല ആലോചനയെ നമ്മുടെ ജീവിതത്തിൽ
ഒന്നുകൂടി നമുക്ക് നമ്മുടെ ഹൃദയത്തിനകത്ത് അപ്ലൈ ചെയ്യാം. പ്രാർത്ഥനകൾ ഈ ദിവസങ്ങളിൽ മാറട്ടെ. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ പഠിക്കട്ടെ. പ്രാർത്ഥിക്കേണ്ടത് ആരോട് എന്ന് നമ്മൾ മനസ്സിലാക്കട്ടെ. ഹല്ലേലൂയ. Praise the Lord. Hallelujah. 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 വചനം സംസാരിച്ച കർത്താവിന്റെ ദാസനെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ കൂടെയുള്ള ദിവസങ്ങളിലെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ, ശക്തമായി ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ, അത് നമ്മുടേതായ ജീവിതത്തിൽ അത് വലിയൊരു അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുവാൻ ദൈവം ഇടയാക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥന. ദാസൻ പറഞ്ഞതുപോലെ മഹാരാഷ്ട്ര മിനിസ്ട്രിക്ക് വേണ്ടി, കോലാപൂർ മിനിസ്ട്രിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ദിവസം തോറും ക്രിസ്ത്യാനിത്വത്തിനെതിരായിട്ട് എഴുന്നേൽക്കുന്ന പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ, എത്ര പ്രാർത്ഥിച്ചാലും വിജയ കാലഘട്ടമാണ്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ നടുവിലും ദൈവം നമ്മളെ നിലനിർത്തുവാൻ, ദൈവത്തിന്റെ കൃപയുടെ കരം ആ മിനിസ്ട്രിയുടെ കൂടെ ഇരിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് കേട്ട ദൈവ വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം. വിശ്വാസത്തിന്റെ തീവ്രത നമ്മുടെ കൂടെ. അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞു. ഹല്ലേലൂയ. ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ചു. ഹല്ലേലൂയ. ആ ഒരു വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉടലെടുക്കട്ടെ പ്രിയരെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ഇടയ്ക്കാം. ഇന്ന് കേട്ട ദൈവവചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം. വളരെ ശക്തമായിട്ട് കർത്താവിന്റെ ദാസനിലെ വചനം സംസാരിക്കുവാൻ കർത്താവിടയാക്കി. വീണ്ടും ദൈവത്തിന്റെ വചനത്തിൽ സംസാരിക്കുവാൻ ദൈവത്തിന്റെ ദാസനെ ബലപ്പെടുത്തേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. എഫേസ്യ ലേഖനത്തിൽ നിന്ന് പൗലോസിന്റെ മഹത്വകരമായ പ്രാർത്ഥന എന്ന വിഷയത്തിനകത്ത് നിന്ന് കർത്താവിന്റെ ദാസൻ ഞങ്ങളോട് സംസാരിച്ച ഈ വചനത്തെ, ഹല്ലേലൂയ, ഈ വചനത്തിൽ ഞങ്ങൾ ജീവിപ്പാൻ, ഞങ്ങളുടെ വിശ്വാസം ഒന്നുകൂടി മുറുകെ പിടിക്കുവാൻ, പ്രതീക്ഷയോടെ ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ജനത്തിനായി എല്ലാവർക്കും ഇന്നത്തെ വചനം ഒരു അനുഗ്രഹമാകട്ടെ. അവരുടെ പ്രാർത്ഥന രീതികൾ മാറട്ടെ. പ്രാർത്ഥനയ്ക്കകത്ത് വിശ്വാസമുള്ളവാകട്ടെ കർത്താവേ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ് എന്നുള്ള ആ ഉറപ്പ് ജീവിതത്തിൽ വരുവാൻ തക്കവണ്ണം ഇവിടെയാകട്ടെ. ദൈവം ബലപ്പെടുന്നു. വീണ്ടും അധികം ശക്തിയോടെ നിലനിർത്തണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആദിയോടൊന്നും അവസാനം വരെയും ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. വീണ്ടും ദൈവം ഞങ്ങളെ ബലപ്പെടുത്തണം. വീണ്ടും ദൈവം ഞങ്ങളെ ശക്തീകരിക്കണം. ഈ ആഴ്ചകൾ ഞങ്ങൾ ജോലിക്ക് പോകുമ്പോൾ, ഞങ്ങളുടെ യാത്രയിൽ, ഞങ്ങളായിരിക്കുന്ന എല്ലാ മേഖലകൾക്കകത്തും ദൈവത്തിന്റെ കരം ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകൾ ഉണ്ടായ അതേ ദൈവത്തിന്റെ കരം വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ നമ്മുടെ പ്രാർത്ഥന കേട്ടത് കൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കും വഴിയുള്ള പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മൾ പ്രാർത്ഥിച്ച വിഷയം ഇത് കേട്ട ദൈവോചനത്തിന്റെ പേരും കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളുടെ പേരും നൂതന ദൈവകർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവുണ്ടായിരിക്കുമാറാകട്ടെ. ബോലോ യേശു മസീഹ് കി ജയ്. യേശു മസീഹ് കി യേശു മസീഹ് കി. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.